നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും BJPയും CPMനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി. ബാങ്ക് ജപ്തി നേരിടുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് സഹായമായി 11 ലക്ഷം രൂപയും കൈമാറി. അയ്യപ്പൻകോവിൽ മേരികുളത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പരകൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പീരുമേട് DYSP സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. കട്ടപ്പനയിൽ ഉണങ്ങാനിട്ട കുരുമുളക് മോഷ്ടിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം. കോടതി വിധി പ്രതികൂലമായി ബാധിക്കുന്നത് തലമുറകളായി ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ. ഇതോടെ കോടതിയിൽ അപ്പീൽ നൽകി പൂപ്പാറ ആക്ഷൻ കൗൺസിൽ. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യവുമായി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വയോധികയുടെ പരാതിയിൽ തുടർ നടപടിയുമായി റവന്യൂ വകുപ്പ്. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ആരോപണ വിധേയരായ ഇവരുടെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി പട്ടയത്തിനായി സമരം നടത്തിവന്നത് കലയന്താണി സ്വദേശി അമ്മിണി. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും BJPയും CPMനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPMന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് ജപ്തി നേരിടുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് സഹായമായി 11 ലക്ഷം രൂപയും കൈമാറി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും നീതി ലഭിക്കും വരെ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുമാണ് CPMന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും BJPയും CPMനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേസിൽ പ്രഗത്ഭനായ പ്രോസിക്യൂട്ടറെ നിയമിച്ച കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരണം സംഭവിച്ചത് മുതൽ പോലീസ് ഇടപെട്ട് സ്വതന്ത്രമായ പോലീസ് അന്വേഷണം നടത്തി കൊലപാതകമാണെന്ന് മനസ്സിലായി. ശരിയായ രീതിയിൽ പോലീസ് ഇടപെടലുണ്ടായി. കോടതിയുടെ ഭാഗമായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമാണ് തീരുമാനിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിശ്ചയിച്ചു. കേസ് നടന്നു. സാക്ഷികളൊന്നും മൊഴി മാറിയിട്ടില്ല. ഞാനതും ചോദിച്ചു, സാക്ഷികൾ ആരെങ്കിലും മൊഴി മാറ്റിയോ? സാക്ഷികളൊന്നും മൊഴി മാറ്റിയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞപോലെ നിർഭാഗ്യപരമായ ഒരു വിധിയുണ്ടായി. ആ വിധി അവസാനത്തെ വാക്കല്ല. ആ വിധിയുടെ മേലെ അപ്പീൽ ഗവൺമെന്റ് പോകുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വേണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രഗത്ഭനായ ഒരാളെ അതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത പാർട്ടിയെ പ്രതികൂട്ടിലാക്കുന്നത് എന്താ കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരേ ഒരു കാര്യം, അത് പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് പ്രതികൂട്ടിലാക്കാൻ കഴിയുമോ എന്ന മിഥ്യാധാരണയാണ്. ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് എന്താ ഉണ്ടായത്, സംഭവിച്ചത് എന്ന കാര്യത്തെ പറ്റി കൃത്യമായ ധാരണ കിട്ടിയാൽ നിന്റെ ഈ പ്രചാരവേലക്കൊന്നും യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. സമ്മേളനത്തിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ അധ്യക്ഷനായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CITU ജില്ലാ പ്രസിഡന്റ് R തിലകൻ, MJ മാത്യു, റോമിയോ സെബാസ്റ്റ്യൻ, KS മോഹനൻ, ശൈലജ സുരേന്ദ്രൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു. തുടർന്ന് ബാങ്ക് ജപ്തി നേരിടുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് CPM സഹായമായി നൽകുന്ന 11 ലക്ഷം രൂപ കൈമാറി. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മേരികുളത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പരകൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പീരുമേട് DYSP സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉപ്പുതറ പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലർച്ചെയോടെയാണ് അയ്യപ്പൻകോവിൽ മേരികുളത്ത് വ്യാപക മോഷണ പരമ്പര അരങ്ങേറിയത്. രാവിലെ ബേക്കറി ഉടമ കടയിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് നടന്ന പരിശോധനയിൽ സമീപത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടന്നതായി വ്യക്തമായി.
7 വ്യാപാര സ്ഥാപനങ്ങളിലും സഹകരണ ബാങ്ക് ശാഖയിലും സ്കൂൾ കഞ്ഞിപ്പുരയിലുമാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. ഇത് രാവിലെ ഞാൻ കട തുറക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. വന്നപ്പോഴത്തേനും ഇത് പൂട്ട് പൊളിച്ചിരിക്കുമായിരുന്നു. ഈ ഫ്ലെക്സ് താഴെ നാണ്ട് ചുവന്നുകൊണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് പൊട്ടിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ പകൽ ഫുള്ള് ഇത് രാത്രിയിൽ പോലെ പകൽ പോലെ ഇത് രാത്രി വെട്ടം വരുന്ന പുറത്ത്. അതുകൊണ്ട് തന്നെ വെച്ചാൽ ഇത് മറച്ചു വെച്ചിട്ടാണ് കയറി കട്ടിയിരിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ഞാൻ കയറിയപ്പോൾ പിന്നെ പെട്ടെന്ന് രാജൻ സാർ എന്നെ കണ്ടപ്പോൾ ഞാൻ സാറിനെ പറഞ്ഞത് സാർ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇറങ്ങി ഞാൻ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് പറയാനായിരുന്നു. ഇപ്പോൾ 5-6 ബാങ്ക് ഉൾപ്പെടെ ഇത് 6 നിന്ന് കയറിയിട്ടുണ്ട്. സ്റ്റേഷനറി കടയിൽ സൂക്ഷിച്ചിരുന്ന 32,000 രൂപ അപഹരിച്ചു. തൊട്ടടുത്ത കടയിൽ നിന്നും 5,000 രൂപ നഷ്ടമായി. ഒപ്പം മുൻഭാഗം ഗ്ലാസിട്ട ഈ വ്യാപാര സ്ഥാപനത്തിലേക്ക് വഴിയിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് എടുത്ത് മറച്ചുവെച്ചാണ് മോഷണം നടന്നത്. 10,000 വില വരുന്ന CCTV DVR അടക്കം മോഷ്ടാവ് അപഹരിച്ചു. ഒരു ബേക്കറിയിൽ നിന്നും 5,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ബേക്കറിയിൽ നിന്നും 500 രൂപയും കടയിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസകളും നഷ്ടമായി. അമ്പലത്തിലെ ചിട്ടിയുടെ പൈസയായിരുന്നു. അത് ഒരു പേഴ്സിനകത്ത് എത്ര രൂപയെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. 10,000 രൂപയോളം ഏതായാലും ഉണ്ട്. അത് പിന്നെ ഒരു കുടുക്ക നിറച്ചു അമ്പലത്തിൽ കൊടുക്കാനുള്ള പൈസ അത് പോയി. പിന്നെ ഇവിടെ വിളക്കിൻ്റെ അടുത്തൊരു കുടുക്ക, അതിനകത്ത് കുറച്ചേ ഉള്ളൂ. ഡ്രോയ്ക്കകത്തുണ്ടായിരുന്നു. ഡ്രോയ്ക്കകത്ത് 10 രൂപ 20 രൂപ ഒന്നും വീട്ടിൽ കൊണ്ടുപോകത്തില്ല. പിന്നെ ഒരു പെട്ടി നിറച്ച് ചില്ലറ പൈസ ഉണ്ടായിരുന്നു. സഹകരണ സ്ഥാപനത്തിന്റെ താഴ് തകർത്ത് കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ 2 മെഡിക്കൽ സ്റ്റോറുകളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. ഒപ്പം സെന്റ് മേരീസ് UP സ്കൂളിന്റെ കഞ്ഞിപ്പുരയിലും ഇരുമ്പ് കടയിലും താഴ് തകർത്ത് മോഷ്ടാവ് അകത്തു കയറുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അടുത്ത കാലത്തായി തുടർച്ചയായി ഇത് 3-ാം തവണയാണ് മേഖലയിൽ മോഷണം നടക്കുന്നത്. സംഭവത്തെ തുടർന്ന് പീരുമേട് DYSP വിശാൽ ജോൺസൺ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒപ്പം ഉപ്പദ്ര സർക്കിൾ ഇൻസ്പെക്ടർ CK നാസർ, സബ് ഇൻസ്പെക്ടർ മിഥുൻ മാത്യു, ASI R ഹെൻറി എന്നിവർ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച പരിശോധന ഊർജിതമാക്കി. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ജൂണോ എന്ന നായിയെയും സ്ഥലത്തെത്തിച്ച തെളിവുകൾ ശേഖരിച്ചു. കൂടാതെ വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അയ്യപ്പൻകോവിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള മോഷണ പരമ്പരയിൽ ഇതുവരെയും പ്രതികളെ പിടികൂടാത്ത സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താനൊരുങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ടൗണുകളിൽ മിഴിയടച്ച സ്ട്രീറ്റ് ലൈറ്റ് അടക്കം പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കാത്ത പഞ്ചായത്തിനെതിരെയും പ്രതിഷേധം ശക്തമാക്കാനാണ് വ്യാപാരികളുടെ തീരുമാനം. ഏതാനും മാസങ്ങളുടെ കണക്കുകൾ പരിശോധിച്ച ലബ്ബക്കട, മാട്ടുക്കട്ട, മേരികുളം എന്നിവിടങ്ങളിൽ മോഷണ പരമ്പരകളാണ് നടന്നിട്ടുള്ളത്. ഇതിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ വ്യാപാരികൾക്കും ഉണ്ടായിട്ടുള്ളത്. വ്യാപാരികളുടെ പരാതി പ്രകാരം ലബ്ബക്കട അടക്കമുള്ള മേഖലയിൽ പോലീസും ഫിംഗർ പ്രിന്റും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മേരികുളത്ത് അടുത്ത നാളുകളിലായി 3 തവണയാണ് മോഷണ പരമ്പരകൾ നടന്നത്. മോഷണങ്ങൾ തുടർക്കഥയായിട്ടും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഒപ്പം പഞ്ചായത്തും ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് ജോസഫ് പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാട്ടുക്കട്ട യൂണിറ്റിന് കീഴിലുള്ള മേരികുളം പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി വോട്ടർ ശല്യം വർദ്ധിച്ചു വരികയാണ്. പോലീസിന്റെ ഭാഗത്ത് നിരവധി തവണ പരാതി കൊടുത്തിട്ടും ഇവിടെ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കുകയോ മോഷ്ടാക്കളെ പിടിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. മേരികുളം ടൗണിലാണെങ്കിൽ ലൈറ്റില്ല. പഞ്ചായത്തിൽ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ ആ ലൈറ്റ് ഇടുന്ന കാര്യത്തിൽ, തെരുവുളത്തും തെളിക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ലൈസൻസോ മറ്റ് ഫീസുകളോ ഈടാക്കുന്നതിന് അവർക്ക് വളരെ താല്പര്യമാണ്. എങ്കിൽ പോലും ഈ ഇങ്ങനെയുള്ള പൊതുജന താല്പര്യമുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് അവർക്ക് സാധ്യതയില്ല. ഈ കള്ളനെ പിടിക്കാത്ത സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് വളരെയേറെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആയതിനാൽ ഞങ്ങൾ ഈ കള്ളനെ പിടിക്കുമ്പോഴത്തേനും ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതെന്ന് അറിയിച്ചുകൊള്ളുന്നു. മോഷണവും മോഷണ ശ്രമങ്ങളും തുടർക്കഥയായതോടെ വ്യാപാരികളും മേഖലയിലെ ജനങ്ങളും ഭീതിയിലാണ്. പോലീസ് പെട്രോളിംഗ് അടക്കം നടക്കുന്നുണ്ടെങ്കിലും ഇവയെ മറികടന്നാണ് മോഷണങ്ങൾ വ്യാപകമാകുന്നത്. മുഖംമൂടി അണിഞ്ഞെത്തുന്ന മോഷ്ടാവിനെ അടിയന്തരമായി പിടികൂടാൻ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യവും വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നു. കട്ടപ്പനയിൽ ഉണങ്ങാനിട്ട കുരുമുളക് മോഷ്ടിച്ച കേസിൽ 2 പേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന സ്വദേശി സുനിൽ, തങ്കമണി സ്വദേശി ബിബിൻ എന്നിവരാണ് പിടിയിലായത്. കട്ടപ്പന കുന്തളമ്പാറ റോഡിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ ഉണങ്ങാനിട്ടിരുന്ന 20 കിലോ കുരുമുളകാണ് മോഷണം പോയത്. കട്ടപ്പന കുരിശുപള്ളി, കുന്തളമ്പാറ, ആലപ്പാട്ട് സുനിൽ, തങ്കമണി, പുത്തൻപുരയ്ക്കൽ ബിബിൻ എന്നിവരാണ് മോഷണം നടത്തിയത്. മോഷ്ടിച്ച കുരുമുളക് ഓട്ടോറിക്ഷയിൽ കയറ്റി KSEB ജംഗ്ഷനിലുള്ള കടയിൽ ഇവർ വിൽക്കുകയായിരുന്നു. മോഷണം പോയ വിവരമറിഞ്ഞ ഉടമ കട്ടപ്പന പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കട്ടപ്പനയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. പിടിയിലായ തങ്കമണി സ്വദേശി ബിബിനെതിരെ തങ്കമണി പോലീസ് കാപ്പ ചുമത്തിയിട്ടുള്ളതാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പന സബ് ഇൻസ്പെക്ടർ KV ജോസഫ്, CPO ഷിബു, SCPO സുമേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം. തലമുറകളായി ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ കോടതി വിധി പ്രതികൂലമായി ബാധിക്കും. ഇതോടെ പൂപ്പാറ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അപ്പീൽ നൽകി. പൂപ്പാറയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതി മാനുഷിക പരിഗണന നൽകിയില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ആരോപിച്ചു. ജില്ലയിലെ വ്യാപാരി സമൂഹം പൂപ്പാറയിലെ ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒപ്പം നിലകൊള്ളുമെന്നും അപ്പീലിൽ തീരുമാനമായില്ലെങ്കിൽ നാട്ടുകാരെ മുൻനിർത്തി വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സണ്ണി പൈമ്പിള്ളിൽ പറഞ്ഞു. അനധികൃതമായി കൈയേറിയാൽ ആ നിമിഷം ഒഴിവാക്കണം. ഒരു 60 വർഷം കഴിഞ്ഞാണോ ഇത് അനധികൃതമാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒഴിപ്പിക്കാൻ ചെല്ലുന്നത്? ഒരു 6 മാസം 7 മാസത്തിനുള്ളിൽ അവരെല്ലാം ഇറക്കി വിട്ടാൽ പ്രശ്നം തീർന്നില്ലേ? ഇതിപ്പോ 10-60 വർഷമായ കുഞ്ഞുകുട്ടി പരാധീനമടക്കം ജീവനോപാധി മുഴുവൻ ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചത് വിട്ടറിഞ്ഞിട്ട് എന്നാ കിട്ടിയേക്കുന്നത്? പരമാവധി 1 സെന്റ് 2 സെന്റ് അത് മുഴുവൻ വിട്ടറിഞ്ഞ് പോകണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതിനകത്തൊരു മാനുഷിക വശവുമില്ല. കോടതികളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മാനുഷിക പരിഗണന കാണിക്കണ്ടേ? മാനുഷിക പരിഗണന കാണിച്ച് എന്തെല്ലാം വിധികൾ നമ്മുടെ സുപ്രധാന കോടതികൾ നടത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആ ഒരു പരിഗണന പൂപ്പാറയിലെ ജനത്തോടും കാണിക്കണമെന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പൂപ്പാറ ടൗണിന് സമീപം പന്നിയാർ പുഴയുടെ തീരത്ത് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിർമ്മിച്ച 2 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട 2022-ൽ BJP പ്രാദേശിക നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിൽ മറ്റു കെട്ടിടങ്ങളും വീടുകളും ഉണ്ടെന്ന ഈ 2 സ്വകാര്യ വ്യക്തികൾ കോടതിയെ അറിയിച്ചു. തുടർന്ന് പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. കോടതിയുടെ ഉത്തരവിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ചെതിർത്താൽ ഒരു ഉത്തരവും നടപ്പാകത്തില്ല എന്ന് നമ്മുടെ നാട്ടിൽ 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്, ഇല്ലേ? ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആക്രമണത്തിന്റെ പാതയൊന്നും സ്വീകരിച്ചുകൊണ്ട് സമരമില്ല. സമാധാനപരമായി ജനങ്ങൾ ഇവര് മുഴുവൻ ആത്മഹത്യയിലേക്ക് പോകും. 56 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 500 ആളുകൾ, 250-300 ആളുകളെങ്കിലും അധിവസിക്കുന്നുണ്ട്. അവരെല്ലാം ഒരു കിടപ്പാടം പോലും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ എന്താ വഴി? അപ്പൊ അതിനു മുമ്പ് എന്ത് പ്രതിരോധവും തീർക്കാൻ അവർ തയ്യാറാകും. ന്യായമായ വിധത്തിലോ സമാധാനപരമായ മാർഗത്തിലുള്ള പ്രതിരോധം. റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന 56 കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. തുടർന്ന് ഈ കയ്യേറ്റങ്ങൾ 6 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ 17-ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈവശഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യവുമായി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വയോധികയുടെ പരാതിയിൽ തുടർ നടപടിയുമായി റവന്യൂ വകുപ്പ്. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ആരോപണ വിധേയരായവരുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. സർവേ വിഭാഗം ഒരാഴ്ചയ്ക്കകം തഹസിൽദാർക്ക് റിപ്പോർട്ടും നൽകും. കലയന്താനി സ്വദേശി അമ്മിണിയാണ് പട്ടയത്തിനായി സമരം നടത്തി വന്നത്. തൊടുപുഴ കുറിച്ചിപ്പാടത്തെ കൈവശഭൂമി അയൽവാസി കയ്യേറിയെന്നും മതിൽ കെട്ടിയെന്നുമായിരുന്നു 75-കാരിയായ അമ്മിണിയുടെ പരാതി. 2021-ലെ ആലക്കോട് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം കൈവശമുള്ള 10 സെന്റ് ഭൂമിക്കും പട്ടയം ലഭിക്കണമെന്ന ആവശ്യവും അമ്മിണിയമ്മ ഉന്നയിച്ചു. പാത്തിക്കപ്പാറയിലെ തരിശുഭൂമി സമീപവാസികൾ കൈവശപ്പെടുത്തി പട്ടയം തരപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. അമ്മിണിയമ്മ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലമടക്കം 54 സെന്റ് തരിശുഭൂമി കണ്ടെത്തുന്നതിനായാണ് സർവേ നടത്തിയത്. 2 ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് സ്ഥലത്ത് സർവേ നടത്തിയത്. ഇനിയുള്ള റെക്കോർഡ് ഇത് സർവേ സ്കെച്ച് തയ്യാറാക്കിയ ശേഷം ഇവർ കമ്പ്യൂട്ടറിലാക്കി ഇത് കൊണ്ടുപോകും. അതിനുശേഷം മറ്റേ പട്ടയ സ്കെച്ചുകളും കൂടെ അതിലേക്ക് ചേർത്തിട്ട് സ്കെച്ച് തയ്യാറാക്കിയിട്ട് നമുക്ക് ഈ പട്ടയ ഭൂമി എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അടുത്ത പ്രൊസീജിയറിലേക്ക് പോവുകയുള്ളൂ. 4 പതിറ്റാണ്ടായുള്ള കൈവശ ഭൂമിയായതിനാൽ അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്നായിരുന്നു തഹസിൽദാർ റിപ്പോർട്ട് നൽകിയത്. സ്വന്തം പേരിലുള്ള പട്ടയ ഭൂമിയാണെന്ന വാദത്തിൽ അയൽവാസിയും ഉറച്ചു നിൽക്കുകയാണ്. ഭൂമിയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു. ജനാധിപത്യത്തെ സാക്ഷിയാക്കി ഭരണത്തിലേറിയ നരേന്ദ്രമോദി ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് CPI സംസ്ഥാന സമിതി അംഗം KK അഷ്റഫ്. ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ AIYFന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടന്ന ഡെമോക്രാറ്റിക് സ്ട്രീറ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്തോഷമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഏതൊരു സർക്കാരിന്റെയും ലക്ഷ്യം. എന്നാൽ ജനാധിപത്യത്തെ സാക്ഷിയാക്കി ഭരണത്തിലേറിയ നരേന്ദ്രമോദി ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയിൽ അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടത്തുന്നതെന്നും KK അഷ്റഫ് പറഞ്ഞു.
ഒരു സന്തോഷമുള്ള ജനതയെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ഒരു ഭരണകൂടത്തിന്റെ ദൗത്യം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ സത്യം ചെയ്ത് ഭരണഘടനയിൽ സാക്ഷി നിർത്തി അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് ആ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന വസ്തുതകൾ നടപ്പിലാക്കാൻ ബാധ്യത. അതിന് പകരം ആ ഗവൺമെന്റ് ചെയ്യുന്നത്, ആ പ്രധാനമന്ത്രിയും ഭരണകൂടവും ചെയ്യുന്നത് എന്തിനെ തൊട്ടാണോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ച ഒരു ഭരണകൂടത്തിൽ വന്നതെങ്കിൽ ആ ജനാധിപത്യത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഭരണഘടനയെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഇന്ന് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മതം കടന്നാക്രമിക്കാൻ പാടില്ലാത്ത വിധത്തിൽ മതപരമായ സൗഹാർദ്ദവും മതനിരപേക്ഷതയും മതേതരത്വവും ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുക എന്നത് ഒരു ഗവൺമെന്റ് ബാധ്യതയാണ്. ആ ബാധ്യതയുടെ കാൽക്കലാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കത്തിവെക്കുന്നത്. വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെയാണ് AYFന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംഘടിപ്പിച്ചത്. 2 പകലും 1 രാത്രിയുമായി നടന്ന സമരപരിപാടി കേന്ദ്ര സർക്കാരിനെതിരെ വരാൻ പോകുന്ന സമരത്തിന്റെ സൂചനയാണെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സമാപന സമ്മേളനത്തിൽ ആശാ ആന്റണി അധ്യക്ഷയായിരുന്നു. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ, കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, VK ധനപാൽ, പ്രിൻസ് മാത്യു, ഭവ്യ കണ്ണൻ, ആനന്ദ് വിളയിൽ, സുരേഷ് പള്ളിയിൽ എന്നിവർ സംസാരിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPMലെ D. ജയകുമാറിനെ തെരഞ്ഞെടുത്തു. LDF ധാരണ പ്രകാരം CPIയിലെ അജീഷ് മുതുകുന്നിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ താലൂക്ക് വ്യവസായ ഓഫീസർ NV വിജീഷ് വരണാധികാരിയായിരുന്നു. UDFന് വേണ്ടി മത്സരിച്ച കോൺഗ്രസിലെ MS മഹേശ്വരനെ 8-നെതിരെ 14 വോട്ടുകൾക്കാണ് ജയകുമാർ പരാജയപ്പെടുത്തിയത്. ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് അംഗമാണ് ജയകുമാർ. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജയകുമാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്തിൽ LDFന് 14 അംഗങ്ങളും UDFന് 7 അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവുമാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ലേഖ ത്യാഗരാജൻ അധ്യക്ഷയായിരുന്നു. LDF നേതാക്കളായ PN വിജയൻ, KG ഓമനക്കുട്ടൻ, തമ്പി സുകുമാരൻ, ജോസ് തിട്ടയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ പെൻഷൻ വാങ്ങി ജീവിതം തള്ളി നീക്കുന്നവർ ദുരിതത്തിൽ. വിവിധ വിഭാഗങ്ങളിലായി 3000-ലധികം പേരാണ് മാസങ്ങളായി പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. പ്രായാധിക്യം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും നിരവധി ആളുകളാണ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധയിടങ്ങളിലായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ദാരിദ്ര്യവും രോഗങ്ങളും മൂലം കഷ്ടപ്പെടുന്ന 3000-ഓളം പേർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷനും ഇപ്പോൾ നിലച്ചത്. ഞാനൊരു ജന്മന വൈകല്യമുള്ള ആളാണ്. എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്രോൾ പമ്പിൽ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കാല് ഒടിഞ്ഞു പോയി. എനിക്ക് പെൻഷനാണ് ഏക ആശ്രയം. അത് 5 മാസമായിട്ട് മുടങ്ങിയിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന എല്ലാവർക്കും തന്നെ കൂടിയാണ് പറയുന്നത്. എല്ലാവർക്കും പെൻഷൻ ഇടുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. 50 വർഷം ഓട്ടോ ഇല്ല, ചോദിച്ച് പേപ്പർ വെച്ചാൽ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. പൈസ രാവിലെ 1, ഉച്ചയ്ക്ക് 3 മരുന്ന് കഴിക്കണം. എല്ലാം കൂടി 700 രൂപ ആവും. ആരാ തരുന്നത്? അശരണരായ രോഗികൾക്കടക്കം 1600 രൂപ പെൻഷനായി ലഭിച്ചിരുന്നത് ഏറെ സഹായകരമായിരുന്നു. ഈ 6 മാസക്കാലമായി ഇവർക്ക് മരുന്ന് വാങ്ങാനും സാധിക്കുന്നില്ല, ഭക്ഷണത്തിന് സാധിക്കുന്നില്ല. ഈ ഒരു വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വിധവകളായ സ്ത്രീകൾക്ക് അവർക്കും 6-7 മാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ 1 മാസത്തെ പെൻഷനോ മറ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ 1 മാസത്തെ പെൻഷൻ കിട്ടിയതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾക്കൊന്നും ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. അവർക്ക് അടിയന്തിരമായി ഈ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ കുടിശ്ശിക വന്നിരിക്കുന്നത് മുഴുവനും അടിയന്തിരമായി കൊടുക്കുന്നതിനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. എന്നാൽ പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായെന്നാണ് പരാതി. പക്ഷേ ഞങ്ങൾക്കിപ്പം കുട്ടികളുടെ പഠിത്തത്തിനും അങ്ങനെ നമ്മുടെ ഉപജീവന മാർഗത്തിനും ആശുപത്രി ചികിത്സയ്ക്കും എല്ലാം കൂടെ ഞങ്ങൾ പെൻഷനാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ പെൻഷനാണ് ഇപ്പം മുടക്കം വന്നിട്ട് 6-7 മാസമായി. ഞങ്ങൾക്കത് എങ്ങനെയെങ്കിലും തന്ന് സഹായിക്കുമ്പോൾ നല്ലതായിരുന്നു. കാരണം പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് പിള്ളേരുടെ സ്കൂൾ പഠിത്തത്തിനും വണ്ടിക്കൂലി പോലും കൊടുക്കാൻ പറ്റുന്നില്ല. പെൻഷൻ കിട്ടിയിട്ട് 4-5 മാസത്തോളമായി. ഈ പെൻഷനിൽ ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. വേറെ വരുമാനമൊക്കെ ഇല്ലാത്തതിനാൽ എനിക്ക് പെൻഷൻ തന്നേ പറ്റൂ.
മറ്റു കാര്യങ്ങൾക്കെല്ലാം ഈ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം പെൻഷൻ തരണമെന്ന് ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുന്നു. പലർക്കും ഭക്ഷണത്തോടൊപ്പം മരുന്നുകൾക്കും മുടക്കം വന്നിരിക്കുകയാണ്. പെൻഷൻ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, വിധവാ പെൻഷൻ വാങ്ങുന്നവരും ഏറെ പ്രതിസന്ധിയിലായി. പുനർവിവാഹം ചെയ്തില്ല എന്ന സർട്ടിഫിക്കറ്റ് 3 മാസം കൂടുമ്പോൾ ഹാജരാക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതായും പരാതിയുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ വിതരണത്തിനുള്ള നിസ്സംഗത പരിഹരിക്കണമെന്നാണ് ആവശ്യം. ഇൻഫാം അണക്കര കാർഷിക താലൂക്ക് സമ്മേളനം പുറ്റടിയിൽ നടന്നു. ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും ആവശ്യമെങ്കിൽ നിയമ ഭേദഗതി വരുത്താൻ നടപടി സ്വീകരിക്കണമെന്നും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. 1964 നിയമവും പിന്നെ 71 നിയമവും ഒക്കെ വെച്ച് 70 നിയമവും ഒക്കെ വെച്ച് വിധി പ്രസ്താവിക്കുമ്പോൾ ആരും സർക്കാരിന്റെ ഭൂമി അന്യാധീനപ്പെടുത്താനോ കൈവശപ്പെടുത്താനോ പാടില്ല എന്നാണ് നമ്മൾ കർഷകർ പറയുന്നത്. പക്ഷേ ഈ ജില്ലയ്ക്ക് പുറത്തു നിൽക്കുന്ന ആളുകള് പരിസ്ഥിതിയുടെ പ്രേമം പറഞ്ഞുകൊണ്ട് ഈ ജില്ലയിലെ മുഴുവൻ ആളുകളെയും കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചിട്ട് അവർക്കെതിരെ കേസിന് പോകുമ്പോൾ നീതിപീഠങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും ജനപ്രതിനിധികളും ഇവിടേക്ക് കടന്നു വന്ന മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ ഭൂമിയെ മുഴുവൻ ഹരിതാഭമാക്കുന്ന കാർഷിക വനവൽക്കരണത്തെ കുറിച്ച് ചിന്തിക്കണം. ഏതെങ്കിലും മേഖലകളിൽ ഇരുന്നുകൊണ്ട് അവരുടേതായ സ്വസ്ഥ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു NGO ആണ് ഇതിന് എതിരെ കേസ് കൊടുത്തിരിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ അവിടെ സ്വസ്ഥ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുമ്പോൾ അതല്ല സത്യം. ഇവിടെ കുറെ മനുഷ്യ ജന്മങ്ങളുണ്ട്. ഇവർ ഈ മണ്ണിനെ ഹരിതാഭമാക്കിയവരാണ്. ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നവരാണ്. ഇവരുടെ കൃഷിയാണ് ഓക്സിജനെ ഈ ഭൂമിയിലേക്ക് കടത്തിവിടുന്നത്. ഈ മണ്ണിനെ സംരക്ഷിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം നീതിപീഠങ്ങളുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും മുമ്പിൽ ശാന്തമായും എന്നാൽ സ്വസ്ഥമായും നിരന്തരമായും എത്തിക്കുക എന്നതാണ് ഇൻഫാമിന്റെ ദൗത്യം. ഇൻഫാം അണക്കര താലൂക്ക് ഡയറക്ടർ ഫാദർ ജെയിംസ് വെൺമാത്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുറ്റടി ഗ്രാമസമിതി ഡയറക്ടർ ഫാദർ ദേവസ്യ തുമ്പുങ്കൽ, ജയകുമാർ മന്നത്ത്, സെബാസ്റ്റ്യൻ കാട്ടൂർ, ഉണ്ണി മൈലാടിയിൽ, അലക്സാണ്ടർ പാറശ്ശേരിയിൽ, ജോസ് പതിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പോത്തിൻകണ്ടം ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികവും ആനന്ദജി ഗുരുവിന്റെ ജന്മശതാബ്ദി ആഘോഷവും ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ നടക്കും. പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോത്തിൻകണ്ടം ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികവും ആനന്ദജി ഗുരുവിന്റെ ജന്മശതാബ്ദി ആഘോഷവും ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ നടക്കും. വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് ഗുരുപൂജ, പ്രാർത്ഥന, ഗുരുദക്ഷിണ, 7 മണിക്ക് സമൂഹാരാധന എന്നിവ നടക്കും. 10 സ്വാമി നിത്യാനന്ദൻ കൊടിയേറ്റും. 1 സമൂഹസദ്യ, 2 ബാലജന സമ്മേളനം, വൈകിട്ട് 5 ആശ്രമ പ്രദക്ഷിണം, 6 ഗുരുപൂജ, 7 സമൂഹാരാധന, പ്രഭാഷണം എന്നിവ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 6 സമൂഹാരാധന, 8 പ്രഭാഷണം എന്നിവയും ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 9:30 നടക്കുന്ന സമ്മേളനം ചക്കുവളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VJ രാജപ്പൻ ഉദ്ഘാടനം ചെയ്യും. 10:30 അണക്കര 8 മൈലിൽ നിന്ന് ശതാബ്ദി വിളംബര വാഹന ഘോഷയാത്ര നടക്കും. തുടർന്ന് 2:30 നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോത്തിൻകണ്ടത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ 33ാമത് വാർഷികാഘോഷവും ശ്രീ ശുഭാനന്ദ ട്രസ്റ്റിന്റെ സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റിയായിരുന്ന ആനന്ദജി ഗുരുദേവന്റെ ജന്മശതാബ്ദി ആഘോഷവും കൂടെ സംയുക്തമായി സർവജ്ഞാനോത്സവം എന്ന പേരിൽ 1-ാം തീയതി തൃക്കൊടിയേറി 1, 2, 3 ദിവസങ്ങളിലായി പോത്തിൻകണ്ടം ശ്രീ ശുഭാനന്ദാശ്രമത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പരിപാടിയോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സമ്മേളനങ്ങൾ, ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചുള്ള രഥവാഹന ഘോഷയാത്ര, ശതാബ്ദി സമ്മേളനം, അങ്ങനെ വിവിധ ഇനം പരിപാടികളോടുകൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ അധ്യക്ഷനായിരിക്കും. MM മണി MLA മുഖ്യപ്രഭാഷണം നടത്തും. 5:30 പ്രകാശയാത്ര, 8:30 കലാപരിപാടികൾ എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ സ്വാമി ഗീതാനന്ദൻ, സ്വാമി നിത്യാനന്ദൻ, സ്വാമി ഗുരുകർമാനന്ദൻ, സന്യസ്നി വേദാനന്ദനി അമ്മ, സതീഷ് കുന്നുംപുറം, NT ഷാജിമോൻ, ബിജു ചൂരനൂലിൽ, MR ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു.
കട്ടപ്പനയിൽ വാഹന പരിശോധനയ്ക്കെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും തമ്മിൽ തർക്കം. തിരക്കേറിയ പാതകളിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ പരിശോധന നടത്തുന്നത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നായിരുന്നു ആരോപണം. രാവിലെ മുതൽ ഇടുക്കി RTOയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ കട്ടപ്പന നഗരത്തിൽ പലയിടങ്ങളിലും വാഹന പരിശോധന നടത്തിയിരുന്നു. ഹെൽമറ്റ് ധരിക്കാതെ എത്തുന്ന ബൈക്ക് യാത്രികരായിരുന്നു പ്രധാന ലക്ഷ്യം. KSEB ജംഗ്ഷനിൽ പൊതുവെ വീതി കുറഞ്ഞതും തിരക്കുമുള്ള വൺവേയിലായിരുന്നു ആദ്യം പരിശോധന. പിന്നീട് വൈകിട്ട് 4:30 ദീപിക ജംഗ്ഷനിൽ ഗുരുമന്ദിരം വൺവേയിൽ പരിശോധന ആരംഭിച്ചതോടെയാണ് കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർ ഇടപെട്ടത്. തിരക്കേറിയ ഇത്തരം റോഡുകളിൽ വാഹന പരിശോധന നടത്തുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നാണ് ആരോപണം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പൊതുജനങ്ങൾക്ക് വളരെ അസൗകര്യം ഉണ്ടാകുന്ന രൂപത്തിൽ നടത്തുന്നത് ഒട്ടും ശരിയല്ല എന്ന ശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു അതിനുള്ള ക്രമീകരണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിലോടക്കം കുട്ടികൾ പോകുന്ന സമയത്ത് വാഹനങ്ങൾ പളഞ്ഞു നിർത്തി പരിശോധിക്കുമ്പോൾ ഗതാഗത കുരുക്കും വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഈ സിറ്റിയുടെ നടുക്കുനിന്ന് മാറി ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വാഹന പരിശോധനയ്ക്കാണ്. അപ്പം ഉദ്യോഗസ്ഥരെ സംസാരിച്ചപ്പോൾ വാഹന പരിശോധന വേണ്ട എന്ന ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ വേണ്ട എന്ന അഭിപ്രായത്തിലില്ല. ഈ ടൗണിൻ്റെ നടുക്ക് ഇതുപോലെ ചെറിയ റോഡായ വളരെ ഇടുങ്ങിയ കട്ടപ്പന ടൗണിൻ്റെ നടുക്ക് ഇത്തരണത്തിൽ ഒരു പരിപാടിയുമായി ഇറങ്ങുന്നത് ഒട്ടും ശരിയല്ല. അത്തരത്തിൽ ആ കാര്യത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്ന നിലയിലുള്ള പ്രതിഷേധം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം വാഹന പരിശോധന ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് വിശദീകരിച്ച ഉദ്യോഗസ്ഥർ പരിശോധന തുടർന്നു. തിരക്കേറിയ വൺവേകളിൽ വാഹന പരിശോധന കാരണം മുൻപ് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടുണ്ട്. പൊതുവെ വീതി കുറഞ്ഞ റോഡുകളുള്ള കട്ടപ്പന ടൗണിനുള്ളിൽ തിരക്കുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത സ്ഥലങ്ങൾ പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കണമെന്നാണ് ഉയരുന്ന പൊതു അഭിപ്രായം. വണ്ടിപ്പെരിയാർ 62-ാം മൈൽ പോളിടെക്നിക് കോളേജിന് സമീപം നിയന്ത്രണം വിട്ട കാർ സംരക്ഷണ ഭിത്തിയിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. വണ്ടിപ്പെരിയാർ 62-ാം മൈൽ പോളിടെക്നിക് കോളേജിന് സമീപമാണ് അപകടമുണ്ടായത്. കുമളിയിൽ നിന്നും വാളാടിയിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട റോഡിൽ നിന്നും മാറുകയും സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ഈ സമയം വാളാടി സ്വദേശികളായ 3 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. വളവ് തിരിയുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. കട്ടപ്പന ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കുന്ന ബ്രദേഴ്സ് വോളിബോൾ ക്ലബിന്റെ ഉദ്ഘാടനവും അഖില കേരള വോളിബോൾ ടൂർണമെന്റും ഫെബ്രുവരി 3-ന് കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കട്ടപ്പന ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ വോളിബോൾ ക്ലബ്ബ് ബ്രദേഴ്സ് വോളി ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും അഖില കേരള വോളിബോൾ ടൂർണമെന്റും ഈ വരുന്ന ഫെബ്രുവരി മാസം 3-ാം തീയതി ശനിയാഴ്ച 2 മണി തൊട്ട് കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്തപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഇടുക്കി MP അഡ്വക്കേറ്റ് ഡി. കുര്യാക്കോസ്, MLA-മാരായ MM മണി, വാഴൂർ സോമൻ, കട്ടപ്പന മുനിസിപ്പൽ വൈസ് ചെയർമാൻ KJ ബെന്നി, കട്ടപ്പന കൌൺസിലർമാർ, കട്ടപ്പന വിവിധ സാമൂഹിക സംഘടനകളുടെ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം ഈ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതാണ്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, MLA-മാരായ MM മണി, വാഴൂർ സോമൻ, കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും. ടൂർണമെന്റിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് 25,000 രൂപയും ട്രോഫിയും നൽകും. 2-ാം സമ്മാനമായി 15,000 രൂപയും ട്രോഫിയും 3-ാം സമ്മാനമായി 5,000 രൂപയും ട്രോഫിയുമാണ് നൽകുന്നത്. 8ഓളം ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലും റെയിൽവേ ടീമിലും തിളങ്ങിയ താരങ്ങൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സുമിത് മാത്യു, JB ജോസഫ്, വിജി ജോസഫ്, അജിത് സുകുമാരൻ, സെബാസ്റ്റ്യൻ തോമസ്, ജോസ് കവളക്കാട്ട്, ബിബിൻ ജോസഫ്, സച്ചിൻ സണ്ണി എന്നിവർ പങ്കെടുത്തു. രാജാക്കാട് മുല്ലക്കാനം ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ ആവശ്യം മുല്ലക്കാനം നിവാസികൾ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് വ്യാപാരി കൂട്ടായ്മയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഭീമഹർജി തയ്യാറാക്കി വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും നൽകി. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ്, ഉടുമ്പൻചോല 2-ാം മൈൽ റോഡ്, എല്ലക്കൽ മുല്ലക്കാനം റോഡ്, ആശുപത്രി റോഡ്, രാജാക്കാട് മുല്ലക്കാനം റോഡ്, ഈ 5 റോഡുകൾ സംഗമിക്കുന്ന മുല്ലക്കാനം കവലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. രാജാക്കാട് ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ സിഗ്നൽ ബോർഡോ മറ്റ് ഡിവൈഡർ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാക്കുന്നു. മൂന്നാർ ആനച്ചാൽ വൈസൻവാലി ഭാഗത്തു നിന്നും ജോസ്ഗിരി റോഡിലൂടെ വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. നിർമ്മാണ സമയങ്ങളിൽ തന്നെ
ഇവിടെ 5 ബോർഡുകൾ വന്ന് സംഗമിക്കുന്ന സ്ഥലമെന്ന നിലയിൽ ഓരോ മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുന്ന ദിശാ ബോർഡുകൾ ഉണ്ടാവണമെന്നും വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിനുള്ള ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പരമാവധി ഉണ്ടായിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതർ അതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നാളിതുവരെയായിട്ട് ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. വാഹന അപകടങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിന് അടിയന്തരമായ പരിഹാരം കണ്ടെത്തണം. ഉദ്യോഗസ്ഥന്മാരുടെ അനങ്ങാപ്പാർ നയം അവസാനിപ്പിച്ച് കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ഒത്തുകളി അവസാനിപ്പിച്ച് ഈ മേഖലയിലെ ആളുകൾക്ക് നിരന്തരമായ ഭീതിയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് 35ഓളം സ്കൂൾ കോളേജ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കൂടാതെ സർക്കാർ ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങളും നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ശരിയായ ദിശാ ബോർഡില്ല, ഡിവൈഡർ ഇല്ല. അപ്പം ഡ്രൈവ് ചെയ്ത് വരുന്ന വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് മനസ്സിലാകുന്നില്ല ഇത് ഏത് രീതിയിൽ ചലിച്ച് കടന്നു പോകണമെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഒരാഴ്ചയിൽ 1-2 അപകടങ്ങളാണ് നമുക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നേക്കാം. നമ്മളിത് സംബന്ധിച്ച് അധികൃതർക്ക് നിരവധി പേരൊപ്പിട്ട നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു നിവേദനം നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഇവിടെ ഇന്ന് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുല്ലക്കാനം ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതാണ്. ഉടുമ്പൻചോല 2ാം മൈൽ റോഡിന്റെ 90% പണികളും പൂർത്തിയാക്കി. മുല്ലക്കാനം എല്ലക്കൽ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളിൽ ഡിവൈഡറുകളും സൂചനാ ബോർഡുകളും സ്ഥാപിച്ച് അപകടങ്ങൾ വരാതെ മുൻകരുതലെടുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കല്ലുകുന്ന് 8ാം വാർഡ് ഇടത്തറ പുത്തൻപുരയ്ക്കൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. വാർഡ് കൗൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ 8ാം വാർഡ് കല്ലുകുന്ന് ഇടത്തറ പുത്തമ്പുരയ്ക്കൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നിലവിൽ റോഡിന്റെ 43 മീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ചെയ്തു. നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് പണികൾ പൂർത്തീകരിച്ചത്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ധന്യ അനിൽ നിർവഹിച്ചു. 8ാം വാർഡ് കല്ലുകുന്നിൽ വെള്ളയാങ്കുടി ഭാഗത്തുള്ള ഇടത്തറ പുത്തൻപുരയ്ക്കൽ വഴി നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം ഇന്നേ ദിവസം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകമായിട്ടും നമുക്ക് ഈ വഴിക്ക് വേണ്ടി സ്ഥലം വിട്ടുതന്ന അണ്ണനോടും അതുപോലെ പണി നടന്നപ്പോൾ സഹകരിച്ച എല്ലാ ആൾക്കാരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. 50 മീറ്റർ കൂടി നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മുഴുവൻ പൂർത്തിയാകും. പ്രദേശത്ത് താമസിക്കുന്ന 20ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. ഇതോടെ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ യാത്രാക്ലേശത്തിനാണ് പരിഹാരമായത്. KCBC മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി രക്തസാക്ഷിത്വ അനുസ്മരണവും മദ്യലഹരി വിരുദ്ധ പ്രാർത്ഥനായജ്ഞവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ നിർവഹിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ സത്യാന്വേഷിയും മദ്യം ലഹരി വസ്തുക്കൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചാണ് KCBC മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി രക്തസാക്ഷിത്വ അനുസ്മരണവും മദ്യ ലഹരി വിരുദ്ധ പ്രാർത്ഥനായജ്ഞവും സംഘടിപ്പിച്ചത്. ചേലച്ചുവട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേർന്ന അനുസ്മരണ യോഗം KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിച്ച വ്യക്തി ആ റോമേൻ റോളണ്ട് ഗാന്ധിജിയെ കുറിച്ച് 1924 ഒരു പുസ്തകം എഴുതി. 24 ആ കൊല്ലം പ്രധാനപ്പെട്ടതാണ്. ആ പുസ്തകത്തിന്റെ പേര് മഹാത്മാ ഗാന്ധി the man who became one with the universe supreme being എന്നാണ്. KCBC മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതാ പ്രസിഡന്റ് സിൽവി ചുനയമാക്കൽ അധ്യക്ഷനായിരുന്നു. മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതാ ഡയറക്ടർ ഫാദർ തോമസ് വലിയമംഗലം, ചുരുളി ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് ചിറ്റടിയിൽ, മദ്യവിരുദ്ധ സമിതി രൂപതാ സെക്രട്ടറി റോജസ് M ജോർജ്, ബിനോയ് കളത്തിക്കുന്നേൽ, ബെന്നി പാലക്കാട്ട്, സിസ്റ്റർ ലിജ SD, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു.
ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും വെങ്കല പ്രതിമകൾ കട്ടപ്പനയിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാനെ ആദരിച്ചു. പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും ദളിത് ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് സജി കെ ചേരമാൻ വീട്ടിലെത്തിയാണ് പൊന്നാട അണിയിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെയും അധസ്ഥിത വർഗ പോരാളിയും മഹാത്മാ അയ്യങ്കാളിയുടെയും വെങ്കല പ്രതിമകൾ കട്ടപ്പനയിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാനെ ആദരിച്ചു. പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും ദളിത് ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് സജി കെ ചേരമാൻ ഭവനത്തിലെത്തി പൊന്നാടയും ഉപഹാരവും നൽകി. കേരളത്തിലാകെ 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളത്, പ്രാദേശിക സർക്കാരുകളാണുള്ളത്. എന്നാൽ ഒരു പ്രാദേശിക സർക്കാരും കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ നിർവഹിച്ച ഈ പ്രവൃത്തിക്ക് സമാനമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കട്ടപ്പന നഗരസഭയെയും അതിൻ്റെ ചെയർപേഴ്സണായിരുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ശ്രീമതി ഷൈനി സണ്ണി ചെറിയാനും വ്യത്യസ്തമാക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഭരണഘടനാ ശില്പി ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെയും കേരളത്തിലെ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളുടെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാത്മാ അയ്യങ്കാളുടെയും പൂർണ്ണകായ പ്രതിമയാണ് കട്ടപ്പന നഗരസഭയുടെ മുൻകൈയിൽ കട്ടപ്പന നഗരമധ്യത്തിൽ പണിതുയർത്തിയത്. അംബേദ്കർ അയ്യങ്കാളി ശ്രീബുദ്ധ സാംസ്കാരിക സമിതിയുടെ സമരസമിതിയുടെ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ CS രാജേന്ദ്രൻ ചെയർമാനായും സജു വള്ളക്കടവ് ജനറൽ കൺവീനറായുമുള്ള ആ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ സമരപരിപാടികളുടെയൊക്കെ അനന്തരഫലമാണ് കട്ടപ്പന നഗരസഭയും ശ്രീമതി ഷൈനി സണ്ണി ചെറിയാനും നേതൃത്വത്തിൽ ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടു. ഇടുക്കി ജില്ലാ ദളിത് സംയുക്ത സമിതി നേതാക്കളായ CS രാജേന്ദ്രൻ, KK രാജൻ, KK സുശീലൻ, മനോജ് വടക്കേമുറിയിൽ, സാജു വള്ളക്കടവ്, ഗിരീഷ് വള്ളിക്കാടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ചിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും PTA അംഗങ്ങളുടെയും സഹകരണത്തോടെ ഫുഡ് ഫെസ്റ്റ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ ജീവിതത്തിന് ആരോഗ്യകരമായ ഭക്ഷണം എന്ന ആശയം ഉൾക്കൊണ്ട് കാഞ്ചിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് നടന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു സ്കൂൾ ജീവിത കാലഘട്ടങ്ങളിലെ ആഹാര രീതികൾ ഇന്ന് നമ്മുടെ മക്കൾ പിന്തുടരുന്ന ആഹാര രീതികൾ അപ്പം അതിൽ നിന്നും എത്ര വ്യത്യസ്തമായിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളും കാലവും എല്ലാം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഇത്തരം ജങ്ക് ഫുഡുകൾ കഴിച്ച് ദൈനംദിന രോഗത്തിലേക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരുപാട് കുഞ്ഞുമക്കളെക്കുറിച്ചും നമുക്കറിയാം. ആരോഗ്യരീതി നമ്മൾ എങ്ങനെ ക്രമീകരിക്കുന്നു? ഭക്ഷണത്തിലൂടെ, വ്യായാമത്തിലൂടെ ഒന്നുമില്ലാതെ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. നാടൻ ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾ വീടുകളിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്നു. ഭക്ഷണത്തോടൊപ്പം അതുണ്ടാക്കുന്ന വിധവും ചേരുവകളും കുറിപ്പായി പ്രദർശിപ്പിച്ചിരുന്നു. വിശിഷ്ടാതിഥികൾ, മാതാപിതാക്കൾ, അധ്യാപകർ, ജ്യോതി നഴ്സറി സ്കൂളിലെയും സെന്റ് മേരീസ് UP സ്കൂളിലെയും അധ്യാപകരും കുട്ടികളും നാടൻ വിഭവങ്ങൾ പരിചയപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് റോയ്മൻ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ ഷിജി സിജി മാളവന, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സിസി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. Put chili chutney, put it in the അടുപ്പ്, put some coconut oil, put some kalugamanis, heat the kalugras, kalugara. കട്ടപ്പന കൊച്ചുതോവള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്ന ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു. കട്ടപ്പന ടൗൺ ചുറ്റി നടന്ന ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നു വന്നത്. ജനുവരി 26 മുതൽ 30 വരെയായിരുന്നു ഉത്സവം. ശാഖാ പ്രസിഡന്റ് സന്തോഷ് പാതയിൽ, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ, യൂണിയൻ കമ്മിറ്റി അംഗം PG സുധാകരൻ, ക്ഷേത്രം ശാന്തി നിശാന്ത് ശാന്തികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആരോമൽ മോഹനൻ, അജേഷ് ദിവാകരൻ, TB രാജു, യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അരുൺകുമാർ, കൺവീനർ വിജീഷ് TK, മോൺസൺ മോഹനൻ,
സൈബർ സേന ചെയർമാൻ വിഷ്ണു സലീം രാജ്, വനിതാ സംഘം പ്രസിഡന്റ് രഞ്ജിനി സജീവ്, സെക്രട്ടറി ആശ അനീഷ്, കുമാരി സംഘം പ്രസിഡന്റ് നന്ദന മനോജ്, സെക്രട്ടറി ലക്ഷ്മി സലീം രാജ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ് കേരള സന്ദർശനത്തിനെത്തിയ ഇറ്റാലിയൻ വനിത എലിസബത്ത്. ഭക്ഷണമില്ലാതെ രോഗം പിടിപെട്ട അവശരായ 2 നാടൻ നായ്ക്കുട്ടികൾക്കാണ് ഇവർ പുതുജീവൻ നൽകിയത്. ആരോഗ്യം വീണ്ടെടുത്ത UB, ആമി എന്നീ നായ്ക്കുട്ടികളുടെ തുടർന്നുള്ള പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കിയ ശേഷമാണ് നാട്ടിലേക്കുള്ള എലിസബത്തിന്റെ മടക്കം. ഇറ്റലിക്കാരി എലിസബത്ത് 2 നായ്ക്കുട്ടികളെയും കൊണ്ട് ബസ്സിലും ഓട്ടോയിലും കയറി തൊടുപുഴയിൽ എത്തിയതിനു പിന്നിൽ സഹജീവി സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു കഥയുണ്ട്. കൊല്ലം മൺട്രോത്തുരുത്തിന് സമീപത്തെ തെരുവിൽ നിന്ന് തുടങ്ങിയ യാത്ര തൊടുപുഴയിൽ ശുഭമായി പര്യവസാനിച്ച കഥയാണത്. ഇറ്റാലിയൻ ചിത്രകാരിയും ശില്പിയുമായ പൗള എന്ന എലിസബത്ത് 2012 മുതലാണ് രാജ്യാന്തര സഞ്ചാരം തുടങ്ങിയത്. വിവിധ നാടുകളിലെ കലയും സംസ്കാരവും അടുത്തറിയുകയാണ് ലക്ഷ്യം. 5 വർഷം മുമ്പും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ സന്ദർശനത്തിൽ കൊല്ലം മൺട്രോത്തുരുത്തിലായിരുന്നു താമസം. ഇതിനിടെയാണ് തെരുവിൽ അവശരായി അലയുന്ന നായ്ക്കുട്ടികളെ കണ്ടത്. അവയുടെ ദയനീയ സ്ഥിതി കണ്ട് മനസ്സലിഞ്ഞ് ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടി. ആണിന് UB എന്നും പെണ്ണിന് ആമി എന്നും പേരിട്ടു. ഇതിനിടെ നായ്ക്കുട്ടികൾക്കുണ്ടാകുന്ന പാർവോ എന്ന വൈറസ് ബാധ പിടിപെട്ടെങ്കിലും കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചുള്ള ചികിത്സയും എലിസബത്തിന്റെ കരുതലോടെയുള്ള പരിചരണവും കൊണ്ട് 2ന്റെയും രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു. നായ്ക്കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാലാണ് ദത്തു നൽകാനായി തൊടുപുഴയിലെ താൽക്കാലിക അഭയ കേന്ദ്രത്തിലെത്തിച്ചത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ 2 നായ്ക്കുട്ടികളെയും ഒരുമിച്ച് സ്വീകരിച്ച കുടുംബാംഗങ്ങളെ പോലെ കാണുന്ന ഒരിടത്ത് UBയെയും ആമിയെയും സ്ഥിരമായി പാർപ്പിക്കണമെന്നാണ് ആഗ്രഹം. അഭയകേന്ദ്രം നടത്തിപ്പുകാരായ മഞ്ജുവിനോടും കീർത്തിദാസിനോടും ഇതിനുള്ള ഉറപ്പും വാങ്ങിയാണ് എലിസബത്ത് തൊടുപുഴയിലെത്തി മടങ്ങിയത്. My name is Paola and in the document Elisabetta. I come from Italy. I live traveling since 2012. And I try to help animals wherever I go. And this time I found UB and Amia, and they come from Kollam, in a rural area of Kollam. They came to me without mother. I waited for some time, some days, to see if the mother was there, but she was not there. So I rescued them, I fed them, and then quickly after they fell sick. And fortunately, now they are recovered. We had a long process for treatment, and now I'm here in the shelter. I looked a lot for a place for them, and they are now here temporary stay in the shelter with these lovely people. But I'm looking for a good adoption for them, like a family or person that is very lovely and take care of them like member of the family, like pet, and where they can stay free and with no cage, no chain. Just as human want to be. വളരെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മഞ്ജുവും കീർത്തിദാസും എലിസബത്തിനോട് നായ്ക്കുട്ടികളുടെ കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഏകദേശം 50ഓളം നായ്ക്കളുടെ സംരക്ഷകരാണ് ഇവർ. യാതൊരു പ്രതിഫലവും പറ്റാതെയുള്ള സംരക്ഷണം ഇവർക്ക് ബാധ്യതകൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. എന്നാൽ സഹജീവികളോടുള്ള സ്നേഹത്തിൽ നിന്നും ഒട്ടും പിന്മാറാൻ ഒരുക്കവുമല്ല. സർക്കാരിൽ നിന്നും നഗരസഭയിൽ നിന്നുമൊക്കെ പലതവണയായി നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും ഷെൽട്ടർ സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. നമ്മുടെ ഇവിടെയുള്ള ഷെൽട്ടർ, ഇപ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 10-30ഓളം കൂടുതൽ കുഞ്ഞുങ്ങൾ നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് വാടക വീടാണ്. നാളെ ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെ പൊടി കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. എല്ലാവരോടും നമുക്ക് പറയാനുള്ള കാരണം വെച്ചാൽ ഇവർക്കുള്ള അരി കാര്യങ്ങൾ, ഫുഡ്, ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്.
സർക്കാർ ഷെൽട്ടർ സംവിധാനം നമുക്ക് ഒരുക്കി തരികയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണ അർപ്പണബോധത്തോടു കൂടി നമ്മളതിനെ നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചെന്ന രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് നോക്കുകയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെങ്കിലും നമുക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള ഒരു ഫെൻസിങ് അടിച്ച് ഇവരെല്ലാം തുറന്നു വിട്ട് കേജുകളിലാക്കാതെ തുടലിലിടാതെ അവരുടെ ഫ്രീഡത്തിന് അവരെ വിട്ട് നടത്തിക്കാനുള്ള ഒരു സഹായം എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്കും മഞ്ജുജിക്കും എല്ലാവർക്കും പറയും. മേഡം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഏതായാലും യുബിയും ആമിയയും മാത്രമല്ല, ഇവരെ സുരക്ഷിത കരങ്ങളിലെത്തിച്ച ഇറ്റലിക്കാരി എലിസബത്തും ഏറെ സന്തോഷത്തിലാണ്. ഇവിടേക്ക് മടങ്ങി വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എലിസബത്ത് നാട്ടിലേക്ക് മടങ്ങുന്നത്. അതുവരെ ഫോണിലൂടെ അന്വേഷണം തുടരും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 133, വിൽപ്പനയ്ക്ക് വന്നത് 20,886, വിൽപ്പന നടന്നത് 25,879, കൂടിയ വില 2,130, ശരാശരി വില 1,573. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 550 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 255, ഗ്രാമ്പു 950, കൊക്കോ 60, റബ്ബർ 145. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,800 രൂപ, വെള്ളി 78. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും BJP-യും CPM-നെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി. ബാങ്ക് ജപ്തി നേരിടുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് സഹായമായി 11 ലക്ഷം രൂപയും കൈമാറി. അയ്യപ്പൻകോവിൽ മേരികുളത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പരകൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പീരുമേട് DYSP സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കട്ടപ്പനയിൽ ഉണങ്ങാനിട്ട കുരുമുളക് മോഷ്ടിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം. കോടതി വിധി പ്രതികൂലമായി ബാധിക്കുന്നത് തലമുറകളായി ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ. ഇതോടെ കോടതിയിൽ അപ്പീൽ നൽകി പൂപ്പാറ ആക്ഷൻ കൗൺസിൽ. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യവുമായി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വയോധികയുടെ പരാതിയിൽ തുടർ നടപടിയുമായി റവന്യൂ വകുപ്പ്. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ആരോപണ വിധേയരായ ഇവരുടെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി പട്ടയത്തിനായി സമരം നടത്തിവന്നത് കലയന്താനി സ്വദേശി അമ്മിണി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.